മീഡിയയുടെ റിതം എന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന റീന ബഷീർ ഇന്ന് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്നാലും ഉത്തരം പറയുന്നുള്ള ഒരു ചിന്താഗതി വിട്ട് ഇങ്ങോട്ട് ഭയങ്കര എന്താ പറയുക, ഒരിക്കലും സംസാരത്തിനൊരു പഞ്ഞം വന്നിട്ടില്ല. നന്നായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും വാദോരാണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന റീന ബഷീറിന് സ്വാഗതം. മുല്ല എന്ന ചിത്രത്തിലൂടെ ലാൽ ജോസ് ആണ് റീന ബഷീർ എന്ന കലാകാരിനെ കലാ കേരളത്തിന് പരിചയപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായ ഭാര്യ അത്ര പോരാ, ഹണി ബി, പിന്നെ എന്താ പറയാ ഏറ്റവും ഒടുവിൽ ലാൽചേട്ടന്റെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ലാൽ ജോസ് സാറിന്റെ വരുന്ന പടമായ പുള്ളിപ്പുലിയും മാട്ടിൻകുടിയും എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇറങ്ങിയേക്കുന്ന പടം ഹണിബിയും ഭാര്യ അത്ര പോരാ, പിഗ്മാന്. അങ്ങനെ ഈ കലാകാരിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. പക്ഷെ കലാകാരിയുടെ വീട്ടിലാണെങ്കിൽ പോലും ഭർത്താവ് ബഷീറിന്റെ ഭാഗത്തു നിന്നുള്ള ഭയങ്കര സപ്പോർട്ട് കൊണ്ടാണ് റീന ചേച്ചി റിയാലിറ്റി ഷോയിൽ വന്നും അതിലൂടെ വിന്നറായിട്ടാണ് എല്ലാവരും തിരിച്ചറിഞ്ഞതും ഇത്ര അഭിനയവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായതും. ശരിക്കും പറയട്ടെ, ഈ ലാൽ ജോസ് സാറിന്റെ പടത്തിലൂടെ വരാൻ അദ്ദേഹം ഈ റിയാലിറ്റി ഷോ കണ്ടു കഴിഞ്ഞ് വിളിച്ചതായിരുന്നു? അതെ, ഷോക്ക് ലാൽ സാറ് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാൽ ചേട്ടൻ ഈ പ്രോഗ്രാം ഫസ്റ്റ് സീൻ എടുക്കാൻ ചെന്നപ്പോഴൊക്കെ ഇതുവരെ പരിചയമില്ലാത്ത ഒരു സെറ്റിലോട്ട് ചെന്നപ്പോൾ ക്യാമറ എനിക്ക് ഓൾറെഡി പരിചയമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് എൻ്റെ ഫാദറും ബ്രദേഴ്സിനും ഒക്കെ ഒരു ക്രേസ് ആണ് ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവം, ഫോട്ടോഗ്രാഫി. അപ്പൊ അവരുടെ ക്യാമറക്ക് മുമ്പിൽ, സ്റ്റിൽ ക്യാമറക്ക് മുമ്പിൽ ഒരുപാട് ഞാൻ പോസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുടുംബക്കാർക്ക് മൊത്തം ഒരു ഇഷ്ടമായിരുന്നു റീന എന്തെങ്കിലും സിനിമയിൽ വരാനൊക്കെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അല്ലേ? അല്ല, സത്യത്തിൽ അങ്ങനെ എന്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം ഒരു മുസ്ലിം കുടുംബം ആയതുകൊണ്ട് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡ് ഭാഗത്തൊരു എതിർപ്പില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് വലിയ എതിർപ്പൊന്നും വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ചെറിയ എതിർപ്പെന്ന് പറഞ്ഞത് അത് ഹസ്ബൻഡിന്റെ വീട്ടുകാരിൽ നിന്നായിരുന്നു സ്വന്തം വീട്ടുകാരിൽ നിന്നായിരുന്നു? എന്റെ പാരന്റ്സിന് സത്യത്തില് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ശരിക്കും എവിടെയാ? കോഴിക്കോട് ആ ഭാഗമാണോ? അല്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാരാണ് ശരിക്കും കാലിക്കറ്റ്. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ഉള്ള ആളുകള് കലാപ്രേമികളാണ് സത്യത്തിൽ. ശരിക്കും നമുക്ക് സ്റ്റേജ് ഷോ, എനിക്കറിയാൻ പറ്റും, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡിന്റെ മദറിനാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ പാരന്റ്സിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വലിയ കുട്ടി ആയതുകൊണ്ട്, അല്ല വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് കൊണ്ട് എൻ്റെ ലൈഫിലുള്ള തീരുമാനങ്ങളൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ എന്നെ വീട്ടുകാരും ഒന്നിനെ ഒപ്പോസ് ചെയ്യാറില്ല. പക്ഷെ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സമാധാനമുള്ള കാരണമാണ്. കാരണം ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കുള്ള എതിർപ്പൊക്കെ വന്നു കഴിഞ്ഞാലാണ് പിന്നെ അത് സ്വന്തം വീട്ടുകാരെ പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ചെയ്യാൻ വന്നു. ശരിക്കും നിന്റെ ഒരു ഫീൽഡ് ഇതാണ്, നീ അത് തന്നെ ചൂസ് ചെയ്തല്ലോ എന്നുള്ളത്. ചൂസ് ചെയ്തത് നമ്മൾ അതിന്റെ നില ഉറപ്പിച്ചപ്പോഴാണ് എല്ലാവരും അംഗീകരിച്ചത്. പിള്ളേർ ഉൾപ്പെടെ 2 പിള്ളേരാണെങ്കിലും അവരൊക്കെ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിളിച്ച ആ കൊച്ചിനൊക്കെ എന്ത് സന്തോഷം അമ്മയെ പറ്റി പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ 27ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട് മനസ്സിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി എന്നൊക്കെ തോന്നുന്ന ഒരു സിനിമ ഏതാ? എനിക്ക് മോള് പറഞ്ഞ പോലെ തന്നെ വയലിൻ ഞാൻ സ്വപ്നം കണ്ട ഒരു ക്യാരക്ടറാണ്. കാരണം ഞാനൊരു ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. സിബി സാറിന് ഒരുപാട് പടങ്ങൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി പടത്തെ ജോഷി സാറിന്റെ കൂടെ അഭിനയിച്ചു, കമൽ സാറിന്റെ കൂടെ അഭിനയിച്ചു, ലാൽ ജോസ് സാർ, പിന്നെ ആവിറ റബേക്ക, പുള്ളി തകരച്ചണ്ടയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ രാജീവ് നാഥ്, പിന്നെ ലാൽ സാറിന്റെ ഗോസ്റ്റ് ഹൗസ്, അങ്ങനെ ഒരുപാട് അടൂർ ഗോപാലകൃഷ്ണൻ ആ ഒരു റേഞ്ചിൽ ഒരു അവാർഡൊക്കെ കിട്ടാൻ ആഗ്രഹം അഭിനയിച്ച്. ശരിക്കും എനിക്ക് ഒരു മേക്കപ്പ് ഇല്ലാതെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. ലോക്പാലിയൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു ജോഷി സാറിന്റെ പടം. പക്ഷേ അതൊരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു. മേക്കപ്പ് ഇല്ലാതെ ഒരു ത്രൂ ഔട്ട്, ഇപ്പൊ സ്മിത പട്ടേല്, ഷബാന ആസ്മി ഒക്കെ ചെയ്യുന്ന പോലത്തെ അവരൊക്കെയാണ് സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു റോൾ മോഡൽസ്. കാരണം എൻ്റെ വീട്ടിലെ ഹിന്ദി സിനിമകൾ കാണാനായിരുന്നു കൂടുതൽ എനിക്ക് ഒരു കിട്ടിയിരുന്ന അവസരങ്ങൾ. അച്ഛനും അമ്മയും അവരൊക്കെ ഒരുപാട് ഹിന്ദി സിനിമകളുടെ ആരാധകരാണ്. അപ്പൊ മലയാള സിനിമ കണ്ടിട്ടില്ല എന്നല്ല, കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്കിലും ഹിന്ദി സിനിമ ഇപ്പൊ ഈ രാഖി, ഷബാന ആസ്മി, പിന്നെ അതുപോലെ സൈറ ബാനു, അതുപോലെയുള്ള ആളുകളുടെ സിനിമകളാണ് ഞാൻ കൂടുതൽ എനിക്ക്. നമുക്ക് അന്നൊക്കെ വീഡിയോ കാസറ്റ് ആണല്ലോ, അതിട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അവരെയൊക്കെ എനിക്ക്, സ്മിത പട്ടേലൊക്കെ ഭയങ്കര ഇഷ്ടം. മിർച്ച് മസാലയൊക്കെ അവരുടെ ടഫായിട്ടുള്ള ലുക്കൊക്കെ എപ്പോഴും വലുതായിട്ട് കണ്ണെഴുതി. വീട്ടിലെല്ലാരും പറയോ തീരെ സംസാരിക്കില്ലല്ലോ എന്ന് പറയോ? സംസാരം കുറിച്ച് നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കും. ഞാൻ കാര്യം പറയട്ടെ, ഈ മിണ്ടാതിരിക്കുന്ന
ആൾക്കാരെക്കാൾ എത്രയോ ഭേദമായിരിക്കും. കുറെ സംസാരിക്കുന്നവരാകുമ്പോ വീട്ടിൽ ആരും വേണ്ട. അതൊരു ഞാൻ ഇല്ലാത്ത പോലെയല്ലേ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ഞാൻ പോയി കഴിയുമ്പോൾ വീട്ടിൽ ഒച്ചയില്ല ബഹളമില്ല ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഞാനുള്ളപ്പോൾ ഭയങ്കര ലൈറ്റ് ആൻഡ് സൗണ്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ബഷീർക്ക് പറയും നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ബഷീർക്ക് ഞാൻ വർത്തമാനം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, ബഷീർക്ക് മാത്രം എന്താ ഇങ്ങനെ ഇടി അവർ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെയല്ലേ കേൾക്കണുള്ളൂ, ഞാൻ ദിവസം മുഴുവൻ കേൾക്കില്ല. അപ്പൊ ഇനി റീന ബഷീറിന്റെ കുറെ നമ്മൾ അറിയാത്ത പലരും അറിയുന്നുണ്ട്, ഒരു ചാനലിലൊക്കെ ഇപ്പോൾ ഒരു പാചക ഷോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്നാലും കുക്കിംഗ് ഇത്ര ക്രേസ് ആണോ? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സിനിമാ സെറ്റുകളൊക്കെ റീന ബഷീർ വരുമ്പോൾ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ആയിട്ട് ചെല്ലും എന്ന് ചോദിക്കുന്ന കാര്യത്തിന് മുൻപായിട്ട് ഒരു പാട്ട് പാടാം. കാരണം ഋതം എന്ന് പറഞ്ഞ പരിപാടിയിൽ ചില പാട്ട് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഏത് പാട്ടാണ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി തിരിഞ്ഞ്? റിമിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കും. ശരി, ആയിക്കോട്ടെ. ഏത്തക്കാപ്പൊളി ഇഷ്ടമാണോ? ശരത് പോലെ, അതാണ് ശരത് പോളി മാല ചാർത്തി. ശരത് പോളി മാല ചാർത്തി ശരബിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പാതരാവിൽ ഏതു രാഗം തേടി വന്നു ഞാൻ ശരത് പോളി മാല ചാർത്തി. ബ്യൂട്ടിഫുൾ, താങ്ക് യു. ഏറ്റവും വലിയ സന്തോഷം നമ്മളൊരു സ്റ്റേജിലാണെങ്കിൽ നിന്ന് പാടുമ്പോൾ താഴെ ഇരിക്കുന്ന ഒരു രണ്ട് പേര് എല്ലാവരും ഇപ്പൊ ആസ്വദിക്കുന്ന ലെവൽ പല പല രീതിയിലായിരിക്കും. പുറകിലുള്ള ആൾക്കാരാണ് പറഞ്ഞ് ആസ്വദിക്കും, ഒരു നടുവിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഈ രണ്ട് വിരൽ മാത്രമേ. പക്ഷെ അതിനകത്ത് ആസ്വദിക്കുന്ന ഒരു ഭയങ്കര മുഖം കാണുമ്പോൾ നമുക്ക് പാടാനും അവരോട് വർത്താനം പറയാനും നമുക്ക് കുറച്ചുകൂടി ഒരു സുഖം തോന്നും. സ്റ്റേജിൽ ഒരുപാട് അഭിനയമാണെങ്കിലും നാടകമൊക്കെ ഒരു മത്സരത്തിനാണെങ്കിൽ പോലും മലയാളികൾ എനിക്ക് തോന്നുന്നു കുറച്ച് പിശുക്കരാണല്ലേ അതിന്. അതെ, ഇത്തിരി പിശുക്കരാണ്. അവരെ ഒന്ന് റെഡിയാക്കി എടുത്താൽ പക്ഷെ ഓക്കെ ശരിയാവും. ഈ പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ പരിപാടി കാണുന്ന ഒരുപാട് വീട്ടിലെ കുടുംബ സദസ്സുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഇപ്പം നമ്മൾ ഏത്തക്കാപ്പുള്ളിയുടെ കാര്യം പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ വിഭവമാണെങ്കിലും മതി. എന്നാലും അതുപോട്ടെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു വിഭവം, നാവിൽ രുചി ഊർന്ന ഒരു വിഭവം. എന്റെ റെസിപ്പി അടിച്ചു മാറ്റുകയാണല്ലേ, ഒറ്റ വിഭവം കൊണ്ടാണ് വീട്ടിൽ പാചകക്കാരി എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഏതെങ്കിലും വിഭവങ്ങൾ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് റിമിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണിത്. നമ്മുടെ ചിക്കൻ ഇല്ലേ, ഡ്രം സ്റ്റിക്സ് കുറെ എടുത്തതിന് ശേഷം നമ്മളൊരു ഫോർക്ക് നമ്മള് ഫോർക്ക് വെച്ചൊന്ന് നല്ലപോലെ കുത്തുക. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറെ ചിക്കൻ എടുക്കുക, ചിക്കന്റെ കാലെടുക്കുക, എന്നിട്ട് നന്നായിട്ട് കുത്തുക. ഫോർക്ക് വെച്ചിട്ട് വെറുതെ ഒന്ന് കുത്താം. എന്നിട്ട് നമുക്ക് അതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ചിക്കൻ എടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കുറച്ച്, എന്നിട്ട് നമ്മൾ ഇത് വൈനിൽ സോക്ക് ചെയ്യണം. റെഡ് വൈൻ, അതായത് സ്വീറ്റ് വൈൻ അല്ല, നല്ല റെഡ് വൈൻ ഇല്ലേ, മധുരം അല്ലാത്ത റെഡ് വൈൻ. പറയണ്ട, നിർത്തിക്കോ. എന്താ സാരല്ല, റെഡ് വൈൻ എടുത്തിട്ട് റെഡ് വൈനിൽ സോക്ക് ചെയ്തിട്ട് നല്ലപോലെ മീറ്റിൽ ഇതെല്ലാം കൂടെ നല്ല കുഴച്ച് വെക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പൊരിച്ച് കോരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. വീട്ടിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയത്തൊക്കെ ഇരുന്ന് പറയുമ്പോഴേ ഭയങ്കര വിശപ്പ്. അപ്പൊ ഇതൊക്കെ ഈ സിനിമ സെറ്റിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടോ? സെറ്റിലുള്ളപ്പോ വീട്ടിന്റെ അടുത്തൊക്കെയാണ് ഷൂട്ടിംഗ്. എന്നാലും ഇത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയ്യോ എന്റെ റീന ഇതാണ് ഇനിയിപ്പോ 30 പടം ചെയ്തതിന്റെ ഒരു പുറകിലത്തെ റീസൺ എനിക്ക്. കാരണം കഴിഞ്ഞല്ലോ ഉഗ്ര ഭക്ഷണമായിട്ട്, അപ്പൊ അടുത്ത പടത്തിൽ റീന ഓക്കെ അല്ല. അതൊന്നുമല്ല, ശരിക്കും ഈ റെസിപ്പി ഞാനിത് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാവ്യ മാധവൻ വായിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആഡ് ചെയ്തപ്പോൾ കാവ്യ ഭയങ്കരമായിട്ട് പറഞ്ഞു, ചേച്ചി ആ വൈൻ്റെ ആ റെസിപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ശരിക്കും ഭയങ്കര അപ്രിസിയേഷൻ. ഞങ്ങൾക്ക് കൂടെ എന്തെങ്കിലും കൊണ്ടുവരായിരുന്നു. ചേട്ടനൊക്കെ വെറുതെ വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒരു പാചകക്കാരി എന്ന നിലയിൽ വരുമ്പോൾ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ? സാരമില്ല, ഇനി ഞാനൊരു ദിവസം ഫോർട്ട് കൊച്ചിയിൽ വീട്ടിലോട്ട് വരും. മനസ്സിലാക്കാറ് തിരക്കാന്നറിയാം. എന്നാലും ഫോർട്ട് കൊച്ചിയിലാണ് നല്ല ഭംഗിയുള്ള ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അടുത്താണ് വീട്. ചെറിയ വീടാണ്.
വീട്ടിലോട്ട് എപ്പോഴും വീടോ ചെറുതോ വലുതോ അതിന്റെ അകത്ത് നല്ല ഭക്ഷണം വെക്കുന്ന ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അതിനോട് ചെല്ലാൻ തോന്നും. അപ്പൊ എന്തായാലും ആ കുടുംബം ഭർത്താവും മക്കളും വലിയ ഭാഗ്യമുള്ളവന്മാരാണ്. അപ്പൊ ഇനി നമുക്ക് പിന്നെ സിനിമാ വിശേഷങ്ങളോട് പോകുമ്പോ ഇനി ഫ്യൂച്ചർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പുള്ളിപ്പുലി മാട്ടിൻകുട്ടി, ലാൽ ജോസ് സാറിന്റെ പടം. അതല്ലാണ്ട് ഇനി അത് ചെയ്ത് വെച്ചേക്കുന്നത് അതുവരെ ഉള്ളൂ. ഈ സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോ ഏകദേശം ഒരു മാസമൊക്കെ മാറി നിൽക്കേണ്ടി വരുമോ? ഇല്ല, ചിലപ്പോ 10-15 ദിവസം വരെയൊക്കെ വരാറുള്ളൂ. അത്യാവശ്യം നല്ല റെമ്യൂണറേഷൻസ് കിട്ടാനുണ്ട് അല്ലേ? അതേ ഒരു ക്രൈസിന്റെ പുറത്ത് ചെയ്യുന്നതാണോ? ശരിക്കും എനിക്കൊരു പാഷനാണ് ഇപ്പോൾ സിനിമ. പിന്നെ ആദ്യം അഭിനയിച്ചത് അങ്ങനെ തുടങ്ങിയിട്ടാണെങ്കിലും പിന്നെ ഇപ്പോൾ ശരിക്കും സിനിമനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഒരു പാഷന്റെ പുറത്താണ് നമ്മൾ സിനിമ ചെയ്തതെങ്കിലും ഇപ്പൊ സിനിമ ഒക്കെ പോട്ടെ, അവനവന്റെ കാര്യം സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു വരുമാനം സിനിമയിൽ വരുന്നതിന് മുമ്പും ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. കാരണം എനിക്കൊരു ക്രാഫ്റ്റ് സ്കൂൾ ഞാൻ നടത്തിയിരുന്നു. അത്യാവശ്യം ഞാൻ പെയിന്റിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ പല സാരിയുടെ ഡിസൈനിങ്ങും പിന്നെ അത് മാത്രമല്ല ഞാൻ ഫാഷൻ ഡിസൈനറാണ്. അപ്പൊ എനിക്കൊരു ബൊട്ടിക്ക് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഞാൻ എൻ്റെ ക്ലോത്ത്സ് ഒക്കെ ഡിസൈൻ ചെയ്യും. പിന്നെ പാചകം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ ബൊട്ടീക്ക് മറ്റേ തിരക്ക് കാരണം നോക്കാൻ പറ്റാണ്ടായല്ലേ? ഒരു രക്ഷയില്ല. പിന്നെ ഹോം സ്റ്റേ ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് സിനിമയിൽ വന്നതിന് മുമ്പ് ഫോറിനേഴ്സിനൊക്കെ ഞങ്ങൾ ഹോം സ്റ്റേ ഉള്ളപ്പോൾ ഫോറിനേഴ്സിന് കുക്കറി ക്ലാസ് ഒക്കെ എടുത്തിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 8th പഠിക്കുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് 52 വിഭവം ഉണ്ടാക്കിയിട്ട് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് ശരിക്കും എന്നെ വലിയ പ്ലാൻ ചെയ്ത് മമ്മി 2 മണിക്കൂർ കൊണ്ട് 56 വിഭവം ഉണ്ടായി. 52 വിഭവം. ഓ എന്റെ ദൈവം, നല്ലൊരു ഗൈഡ് കൊടുക്കണം. അപ്പൊ ശരിക്കും ആ പ്രായത്തിൽ അതൊരു വലിയ കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോട്ടലും തുടങ്ങായിരുന്നല്ലോ. വേണ്ട, വേണ്ട. എന്തെങ്കിലും പടത്തിൽ ഓഫറൊക്കെ കുറയുമ്പോ എങ്ങനെയും ജീവിച്ച് പോരാൻ പറ്റുന്ന ഒരു കൈക്കരുത്ത്, ഒരു മനക്കരുത്ത്. മോനിപ്പോ ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്, അതായത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. അത്രയും വലിയ മോനാണോ? സെക്കൻഡ് ഇയർ ആയി, ഡിഗ്രി സെക്കൻഡ് ഇയർ. അപ്പൊ അവൻ 3 year ഡിഗ്രി കോഴ്സ് അതാണ് ചെയ്യുന്നത്. അപ്പൊ അവനും ഇതിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഇനി വയസ്സൊക്കെ ആകുമ്പോ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. എന്റെ ഈ പോക്ക് വെച്ചിട്ട് പെട്ടെന്നൊന്നും വയസ്സാകുന്ന ഡ്രീം ഉണ്ടാവില്ല എന്തെങ്കിലും ഇപ്പൊ ഒരു ഇന്നൊരാളെ കാണണം, അല്ല അവരോട് അഭിനയിക്കണം. എന്തായാലും റീനയുടെ ജീവിതത്തിൽ വിചാരിക്കാത്ത സംഭവങ്ങളാണ് സിനിമ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ശരിക്കും എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നത്, ഞാൻ വളർന്നു വരുമ്പോൾ തൊട്ട് എല്ലാവരും ലാൽ സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും സെറീന വഹാബിന്റെ എന്തോ ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ശരിക്കും സെറീന വഹാബ് അഭിനയിച്ച ചാമരം ഒരിക്കൽ ടെലിവിഷനിൽ സിനിമ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് നോക്ക് ആ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത്. മുല്ല ചെയ്യുന്നതിന് മുമ്പായിരുന്നു. ശരിക്കും എനിക്ക് ആ സിനിമയിൽ അവരുടെ ആ ഒരു വലിയ പൊട്ടും എൻ്റെ ഫേസുമായിട്ട് കുറേ റിസംബ്ലൻസ് തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാവരും പറയുമ്പോൾ ഇങ്ങനെ സെറീന വഹാബിനെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിക്കുന്ന എനിക്ക് ഒരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗത എന്ന് പറഞ്ഞ കമൽ സാറിൻ്റെ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ സെറീന ദീദി അതിലുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ലൊക്കേഷനിൽ ചെന്ന് മേക്കപ്പ് ഇട്ട് കോമ്പിനേഷൻ സീൻ ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ ഷോട്ട് സെറീന വഹാബിനായിട്ടായിരുന്നു. ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ ആകെ വല്ലാത്തൊരു മൂഡിലായിരുന്നു. പിന്നെ അവരെ എന്ത് ചെയ്തു? അവരുടെ അടുത്ത് എന്തെന്ന് പറഞ്ഞു? കൂല അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിചയം കൂടുതലായി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്താ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ തോന്നുക. പക്ഷേ ഞങ്ങൾ കൂടുതൽ ഫ്രണ്ട്സായി ഇപ്പോഴും വിളിക്കാറും ഒക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞപ്പോൾ സെറീന ദീദി പറഞ്ഞു, ശരിയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട് ഏകദേശം എൻ്റെ റിസംബ്ലൻസ് ഉള്ള ചെന്നൈയിൽ. പിന്നെ എപ്പോഴും ഇവിടെ കേരളത്തിൽ വരുമ്പോൾ എന്നെ വിളിക്കും. അങ്ങനെ ഒരു കോണ്ടാക്ട് ആയി. മാത്രമല്ല ഒരുപാട് റിസംബ്ലൻസ് വേറെ എന്നെ അറിയുമെന്ന് ചോദിക്കായിരുന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും ജെമിനൈനാണ്. അതുപോലെ ജൂൺ 13 ഞാൻ ജെമിനൈനാണ് പറഞ്ഞത്. എന്താ നിങ്ങൾ രണ്ടുപേർക്കും എന്ത് പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. സെറീന ദീദി ജൂൺ 15 അങ്ങനെ. പെട്ടെന്നൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഈ കലാകാരിയുടെ ജീവിതത്തിൽ വന്നു പോയ ഒരുപാട് നല്ല സിനിമകൾ പെട്ടെന്ന് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ആദ്യത്തെ സിനിമ മുല്ല, ടു ഹരിഹർ നഗർ, ഈ ഗോസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. പിന്നെ ആഗതൻ, ട്രാഫിക്, വയലിൻ, പകൽ നക്ഷത്രങ്ങൾ, ഭാര്യ അത്ര പോരാ, ഹണീബി, പുള്ളിപ്പുലി മാട്ടിൻകുട്ടിയും, ഫാദേഴ്സ് ഡേ, എൻ്റെ ഓർമ്മയിൽ, പിഗ്മാൻ, ലോക്പാൽ, കിങ് ആൻഡ് കമ്മീഷണർ, ഫേസ് ടു ഫേസ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധേയമായ പ്രകടനം നടത്തി വരികയാണ് നമ്മുടെ ഫോട്ടോ കൊച്ചിക്കാരിയായ റീന. പിന്നെ എന്തെങ്കിലും റീനയ്ക്ക് ഞങ്ങളുടെ അടുത്ത് കൈരളിക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് റിമിന ഇതുപോലെ കുറച്ചു നേരം സ്വന്തമായിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ എനിക്ക് വേണ്ടി പാടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയാണെങ്കിൽ കൂടി എൻ്റെ മുമ്പിലിരുന്ന് പാടുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇത്രയും പാടാൻ കഴിവുള്ള ഒരാളുടെ അടുത്തിരുന്ന് പാട്ടിങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കേൾക്കില്ലേ, റെക്കോർഡഡ് വോയിസ് അല്ലല്ലോ. ഇത് ഭയങ്കര സന്തോഷമായി. സാധാരണ ഞാൻ എല്ലാവരെയും കൊണ്ടും എന്തെങ്കിലും എന്നെ പറ്റി 2 വാക്ക് പറയൂ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല.
ഇത് ശരിക്കും പറയൂന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം എനിക്ക് അത്രയും പറയാനുണ്ട്. ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവുമ്പോ ഒത്തിരി സന്തോഷം ചേച്ചി, കേൾക്കുമ്പോൾ ഒത്തിരി 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 സന്തോഷം തോന്നുന്നു. ഒരു അനിയത്തിക്കുട്ടിനെ പോലെ എനിക്ക് കൂട്ടി ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം ഇച്ചിരി തടി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല തടി കൂടി ഇത് ഭാഗത്തിനുള്ള തടിയാ, ഇത്രയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എടുത്തു കാണിക്കാൻ ഉണ്ടാവില്ല. പക്ഷെ വേറൊരു നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞ, ഞാൻ മെലിഞ്ഞ സമയത്തായിരുന്നു. കാരണം അപ്പൊ പലരും പറഞ്ഞു റീമി ഞങ്ങൾക്ക് വണ്ണം ഉള്ളതാ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? റിമി എന്ന് പറഞ്ഞ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജ് ഇതാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി അല്ലേ, നമ്മൾ ഓരോരുത്തരും. അപ്പൊ എനിക്ക് സന്തോഷം, ഇനിയിപ്പോ ഞാൻ വണ്ണം കൂടിയാലും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, പിന്നെ കുറച്ച് സാരമില്ല അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ റിതം എന്ന പരിപാടി താൽക്കാലികമായിട്ട് നിർത്തുകയാണ്, ഈ എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ വരണം തീർച്ചയായിട്ടും. നമുക്ക് ഏതെങ്കിലും രണ്ടുപേരും പാട്ടൊക്കെ പാടിയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് റീന ബഷീറുമായിട്ടുള്ള ഈ സമയം പോയതേ അറിഞ്ഞില്ല. എന്താ പറയാ, താൽക്കാലികമായിട്ട് നമ്മളോട് യാത്ര പറയുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ട് അല്ലെ പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമിനിന്റെ അടുത്ത പ്രാവശ്യം കാണും വരെ ഓർത്ത് ഫീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് താളവട്ടം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതില് കൂട്ടിൽ നിന്നും മേട്ടിൽ വന്നൊരു പാട്ട് തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോ തന്നെ. ആ താളവട്ടം കാരണം ആ ഒരു സീൻ തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇന്റിമസി ആ കഥാപാത്രങ്ങൾ തമ്മിൽ കണ്ട് ഓർത്ത് വെക്കാൻ പറ്റിയൊരു പാട്ടാണ്. പിന്നെ എത്രയോ സൂപ്പർ ഹിറ്റ് ആയ സിനിമയായിരുന്നു. അതെ അതെ തീർച്ചയായും. അപ്പൊ ഒരു സമ്മാനം കൂടെ ഞങ്ങൾ തരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കോ ഒന്നും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഞങ്ങൾ നൽകുന്ന ഒരു കൊച്ചു സമ്മാനം എന്ന് പറയുന്നത് പക്ഷെ വലിയ ഉപകാരപ്രദമായ ഒരു സമ്മാനമാണ്. ചെറിയൊരു സമ്മാനമല്ല അത്. നെക്സസ് ഹോം അപ്ലയൻസസിന്റെ വീട്ടിൽ വെക്കാനും എന്നാൽ ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണ്, ഞാനിപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പറയുകയാണ്. ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. നമുക്ക് ഫുൾ ടൈം അത് ഉപയോഗിച്ച് നോക്കിയാലും അതിന് യാതൊരു കംപ്ലൈന്റും വരത്തില്ല. നെക്സസ് ഹോം അപ്ലയൻസസിന്റെ ഒരു അടിപൊളി ഒരു പാചകക്കാരി എന്ന നിലയിൽ ഒരു ഉപയോഗപ്രദമായ കാര്യമാണ് തരാൻ പോകുന്നത്. ഒരു ഗ്രൻ ഇൻഡക്ഷൻ കുക്കർ. Thank you so much.